ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തേത് LDC LGS എക്സാമിന് ഉപകരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളാണ്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാണ് എഡ്ലി നോർട്ടൺ. എഡ്ലി നോർട്ടൺ. ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. മലപ്പുറം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനാര്? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗമാണ് മലനാട്. മലനാട്. വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണജാഥ നയിച്ചെത്തിയവർ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ നേതൃത്വത്തിൽ 1924 നവംബർ 13 ആർക്കാണ് ഭീമഹർജി സമർപ്പിച്ചത്? സേതു ലക്ഷ്മിബായിക്ക്. സേതു ലക്ഷ്മിബായിക്ക്. ഷാജഹാന്റെ മരണം, സന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചതാര്? അബനീന്ദ്രനാഥ് ടാഗോർ. ഷാജഹാന്റെ മരണം, സന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഝാൻസി റാണി. ഝാൻസി റാണിയെയാണ് ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. എത്രാമത്തെ നിയമസഭയുടെ കാലയളവിലാണ് കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കിയത്? 10ാം കേരള നിയമസഭ. 10ാം കേരള നിയമസഭയുടെ കാലയളവിലാണ് കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ആർ ഈശ്വരപ്പിള്ള. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആർ ഈശ്വരപ്പിള്ളയാണ്. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആര്? തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമേത്? കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. സെറിബ്രം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം? ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഒരു വസ്തുവിൻ്റെ വേഗം ഇരട്ടിയാകുമ്പോൾ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഒരു വസ്തുവിൻ്റെ വേഗം ഇരട്ടിയാകുമ്പോൾ ഗതികോർജം 4 മടങ്ങാകും. ഗതികോർജം 4 മടങ്ങാകും. ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്? ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്? -40. -40. ഇന്ത്യയിൽ വായുമലിനീകരണം തടയലും നിയന്ത്രണവും നിയമം പ്രാബല്യത്തിലായ വർഷമേത്? 1981. 1981 ഇന്ത്യയിൽ
വായുമലിനീകരണം തടയലും നിയന്ത്രണവും നിയമം പ്രാബല്യത്തിലായത്? ചുവടെ പറയുന്നവയിൽ ഏതുതരം സ്ഥാപനമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് എത്രയാണ്? 30 ഡിഗ്രി. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഗൾഫ് ഓഫ് മാന്നാർ വേർതിരിക്കുന്നത്? ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഗൾഫ് ഓഫ് മാന്നാർ വേർതിരിക്കുന്നത്? ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യ, ശ്രീലങ്ക. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം പ്രകാരം ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആര്? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം പ്രകാരം ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർ. പ്രൊട്ടക്ഷൻ ഓഫീസർ. UPSC ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആര്? UPSC ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിന്റെ ഭാഗമാണ് ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം. അലി സഹോദരന്മാർ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരാണ്? ഖിലാഫത്ത് സമരം. അലി സഹോദരന്മാർ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരാണ്? ഖിലാഫത്ത് സമരം. അടുത്തിടെ നീറ്റിലിറക്കിയ രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഏത്? ബരക്കുട. അടുത്തിടെ നീറ്റിലിറക്കിയ രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ബരക്കുട. ബാലവേല, ബാലവിവാഹം എന്നിവ തടയാനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ബാലവേല, ബാലവിവാഹം എന്നിവ തടയാനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം. തമോഗർത്തങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമേത്? തമോഗർത്തങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ്. ചുവടെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഏത് ബഹിരാകാശ ദൗത്യത്തിന്റെ ലക്ഷ്യസ്ഥാനമാണ് ലഗ്രാഞ്ച് പോയിന്റ്? ആദിത്യ L1. ആദിത്യ L1ന്റെ ലക്ഷ്യസ്ഥാനമാണ് ലഗ്രാഞ്ച് പോയിന്റ്.